ലിറ്റർ കള്ളു കുടിച്ചാലേ മാപ്പ് കൊടുക്കുള്ളൂ, അതിലെ കരുതി വിട്ട് കുടിച്ചാൽ മാപ്പ് കൊടുക്കൂല എന്നാണെങ്കിൽ കള്ളിനെ എതിർത്തുകൊണ്ടല്ലേ ഇസ്ലാം തുടങ്ങേണ്ടത്? ആദ്യം തന്നെ പറഞ്ഞത് കുടിച്ചോളിന്നല്ലേ, നിസ്കരിക്കുമ്പോ കുടിക്കരുത്. മതോന്മത്ത് പിടിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. അങ്ങനെയല്ലേ പറഞ്ഞത്? പിന്നെ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടല്ലേ എന്ത് പറഞ്ഞത്? ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ് വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. നേരമറിച്ച് ചെറുക്ക ഒന്നാം ദിവസം തന്നെ വെട്ടിയല്ലോ, പറ്റൂലത്. കള്ളു ഒന്നാം ദിവസം വെട്ടിയില്ലല്ലോ, മനസ്സിലായില്ല? ഷിർക്ക് ഒന്നാം ദിവസം വെട്ടിയില്ലേ, അത് നടക്കൂല. അന്നല്ലാത്തൊരു പടച്ചോനെ പറ്റി പറയാനേ വേണ്ട, അതിലെ എക്സ്ക്യൂസ് ഇല്ല. കള്ളും മറ്റൊന്നും സാരല്ല, അതൊക്കെ പിന്നെ പറയാം. അതുകൊണ്ടാണ് അള്ളാഹു അവനോട് ശിർക്ക് വെക്കുന്നത് പൊറുക്കൂല. അല്ലാത്തതെല്ലാം അള്ളാഹു തആല പൊറുക്കാം. നീ ശിർക്ക് വെച്ചു നിക്ക, അപ്പം പുറത്തുപോയി, എന്നാലും എന്തുണ്ട്? എൻട്രൻസ് ഉണ്ടല്ലോ. എന്താ എൻട്രൻസ്? എൻട്രൻസ് ഉൾപ്പല്ലേ. പുറത്തു പോയി നോക്കാം, തിരിച്ചു വരാൻ എൻട്രൻസ് ഉണ്ടല്ലോ. എന്തിന്? ഇത് ഉള്ളിൽ നിന്ന് തന്നെ പൊറുക്കണം പറഞ്ഞത്. പുറത്തു പോയാലോ? പുറത്തു പോയാൽ പറ്റൊന്നും പോവില്ല, പിന്നെ കിടും, പിന്നെ തന്നെ. എന്ത് പറഞ്ഞു? അതിനും ഇവിടെ ചാൻസ് ഉണ്ടായല്ലോ. അതുകൊണ്ടല്ലേ കുട്ടികളെ കഥ അറിയാതെ ആടണ്ട. എന്റെ സമുദായത്തിലെ കുറ്റവാളികൾക്കാണ് എന്റെ ശഫാഅത്ത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ സമുദായത്തിലെ കുറ്റവാളികൾക്കാണ് എന്റെ ശഫാഅത്ത്. മുഹമ്മദ് മുസ്തഫ. അപ്പോൾ അവൻ അള്ളാന്റെ മുന്നിൽ ആരാണ്? കുറ്റവാളിയാണ്. ഈ ഹദീസ് ബുഖാരിയിലുണ്ട്. ഇത് ഒരു സംഘം ആളുകൾ എൻ്റെ അടുത്ത് ഈ ഹദീസ് കൊണ്ടുവന്നു. ഇത് തെറ്റിയതാണോ? എന്ത് പിന്നെ ഈ പറഞ്ഞത് ഹദീസിനേറ്റ തെറ്റു പറ്റിയതാണോ? ബുഖാരിയിൽ ഞങ്ങളെ കിതാബിൽ തെറ്റാണോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘം ആളുകൾ ഈ ഹദീസ് കൊണ്ട് എൻ്റെ അടുത്ത് കൊണ്ടിരുന്നു. ഒരിക്കൽ തെറ്റ്, കാരണം കുറ്റവാളികൾക്കാണ് ഞാൻ ശഫാഅത്ത് ചെയ്യാൻ. റസൂൽ പറയാ, ശഫാഅത്തി ലിഅഹ്ലിൽ കബാഇരി മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിലെ കൊടും കുറ്റവാളികൾക്കാണ് എന്റെ ശഫാഅത്ത് ഉണ്ടാവുക. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെങ്ങനെ? അവൻ അള്ളാന്റെ മുന്നിൽ ആരായി നിൽക്കും? കുറ്റവാളി ഞാൻ സമ്മതിക്കും, കുറ്റവാളിയാണ്. അള്ളാഹു രക്ഷപ്പെടാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണോ അത്താഴ നേരങ്ങളിലെല്ലാം മുഅ്മിനീങ്ങൾ പൊട്ടി 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 പടച്ചോനെ മാപ്പാക്കണേ എന്ന് പറയും. അവൻ അള്ളാന്റെ മുന്നിലാര? കുറ്റവാളിയാണ്. ഈ ആഴ്ചയുടെ അവസ്ഥ എന്താന്ന് വെച്ചാൽ, ഈ ആഴ്ചയിൽ കേറാത്ത ഒരാളും ഉണ്ടാവില്ല. നല്ല ഫോമിൽ ഇരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ മനഃശാസ്ത്രം ഞാനൊന്ന് പറഞ്ഞുതരാം. ഇതൊരു മനഃശാസ്ത്രം കിടക്കുന്നുണ്ട്. നിങ്ങൾ നല്ല ഫോമിൽ ഇരിക്കണം കേട്ടോ. അതിൻ്റെ ഒരു മനഃശാസ്ത്രം പറയാൻ പോകണം. അതായത് ഇബ്ലീസ് രണ്ട് നിലക്ക് മനുഷ്യനെ ചതിക്കും. ഒന്ന്, നന്മ ചെയ്യാൻ സമ്മതിക്കൂല. മനസ്സിലായില്ല? നന്മ ചെയ്യാൻ സമ്മതിക്കൂല, അങ്ങനെ നന്മ ചെയ്യൂല. പിന്നെ നന്മ ചെയ്യാതെ മനസ്സിൽ നിരാശത്തോടുക്കും. അപ്പോൾ പൂർണ്ണമായി അവൻ്റെ പിടുത്തത്തിൽ വരും. നന്മ ചെയ്യാതിരിക്കുന്നതുകൊണ്ട് അവൻ്റെ പിടുത്തത്തിൽ വരില്ല. എന്തിൽ വരും? നിരാശയിൽ വരും. അല്ലാഹു തആല ഈ ലാസ്റ്റ് പോയിന്റിൽ ആളെ പിക്കപ്പ് ചെയ്യാം. ഒരാളെ ഇബ്ലീസിന് കിട്ടരുത്. നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല. നന്മ ചെയ്യാതെ ആയാൽ അയാൾക്ക് എന്താ അള്ളാഹിനോട് പറയാനുള്ളത്? എന്താ അയാൾക്ക് അള്ളാഹിനോട് പറയാനുള്ളത്? അല്ലാഹുമ്മ ഇന്നക അഫൂൻ, ഓ ഖലാസ് അഫൂൻ, എനിക്ക് പോകാൻ കൊടുക്കുക, ആയിക്കോട്ടെ. ഈ ഒരു ഓപ്ഷൻ ഇവിടെ വെച്ചിട്ടില്ലെങ്കിൽ വലിയൊരു ശതമാനം ആരാളാവും? നിരാശവാദിക്കും. നിരാശ വെച്ചാൽ കഴിഞ്ഞ് ഇസ്ലാമിൽ നിരാശ ഉണ്ടാവില്ല. അല്ലാഹു കാക്കട്ടെ. ഇത് ഭയങ്കര മനഃശാസ്ത്രമാണ്. അതായത് ഭയങ്കരാണ്. ഇതിന്റെ മനഃശാസ്ത്രം എന്ന് പറഞ്ഞാലൊരു സംഭവം. അതായത് ഞാൻ കാര്യം പറഞ്ഞുതരാം. ഞാൻ ഒരു പോയിന്റ് പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് തന്നെ നിരാശ വരുന്നൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. നല്ല നിലക്ക് തറാവി ഇങ്ങനെ വരികയായിരുന്നു. അതിനിടയിൽ ഒരു ദിവസം തറാവിയാണ് മുടങ്ങിപ്പോയി.
അവിടുന്ന് ഒരു സൽക്കാരത്തിന് പോയി. പിന്നെ അവിടുന്ന് ബസ് ക്ലിയർ ആയില്ല, അല്ലെങ്കിൽ വണ്ടി വന്ന് റോഡിന് സൈഡാക്കി, മഴ പെയ്ത്, അല്ലെങ്കിൽ വണ്ടി മാഷായി, അല്ലെങ്കിൽ ബസ് കിട്ടിയില്ല, അവിടെ എത്തിയില്ല. പിന്നെ അങ്ങനെ അത് നാശമായി. നമ്മൾ ഭയങ്കര ഉഷാറിൽ വരിയിരുന്നു, കൊല്ലം ഭയങ്കരാക്കണം വിചാരിച്ച് വരിയിരുന്നു. അതിൽ ഒരു സൽക്കാരത്തിനായപ്പോൾ എന്തായി, തറാവിയാൻ പോയി. പിന്നെ പൊരയിലെത്തിയിട്ട് അന്ന് പൊരയിലെത്തിയിട്ട് നിസ്കരിക്കാൻ ചോദിച്ചു. പൊരയിലെത്തിയപ്പോൾ ഭയങ്കര അതൊരു ക്ഷീണം ഉണ്ടാക്കും. ആ തറാവിയെ എന്ന് പറയുമ്പോൾ അപ്പം തന്നെ ചാടിയിട്ട് ഭയങ്കര ആവേശം ഉണ്ടാവും. ഈ ആവേശത്തൊന്നും അന്ന് കഴിഞ്ഞില്ല. അപ്പൊ സ്വാഭാവികമായി എന്തായി, നിരാശ. പിന്നെ പിറ്റേന്ന് തറാവിന് പോകാനും തോന്നിയില്ല, കാരണം അത് നാശമായി. ഞങ്ങൾ പോണില്ലോ, മനസ്സിലായി. എൻ്റെ കൊല്ലത്ത് പോയി ഞാൻ തുറന്നു നോക്കാം. അത് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പോയി അത് നിരാശ എടുത്തു. പിന്നെ പുറകോട്ട് പോകും, നല്ലോണം തന്നെ നാശമാവും. മനസ്സിലാണ്ട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ഒരു സെക്കൻഡിൽ, ഈ ഒരു ആഴ്ച ഭയങ്കര, ഈ ആഴ്ച ഒന്നും ചെയ്യണ്ട. എന്ത് പറഞ്ഞാൽ മതി. ഇപ്പൊ റമളാൻ വന്നിട്ട് ഒരാൾ തറാവി നിസ്കരിച്ചിട്ട് തന്നെ അല്ല നോക്കുക. എന്താ തറാവി നിസ്കരിച്ചില്ലെങ്കിൽ തറാവി അള്ളാഹ് ഫർളാക്കിയിട്ടുണ്ട്. തറാവി നിസ്കരിച്ചിട്ടില്ലെങ്കിൽ എന്താണ് ചങ്ങാതി? തറാവി അള്ളാഹ് ഫർളാക്കിയോ? തറാവി ഒരാൾ നിസ്കരിച്ചിട്ടുണ്ടല്ല, ആയിക്കോട്ടെടോ, അൽഹംദുലില്ലാഹ്. ജലം ഉറങ്ങിയില്ലേ? ഉറങ്ങിക്കടോ. തറാവി നിസ്കരിച്ചിട്ടല്ല, ആയിക്കോട്ടെടോ. തറാവി നിസ്കരിക്കാനും നിസ്കരിക്കാതിരിക്കാനുള്ള നിസ്കാരമാണ്. ദൂർ പറ്റൂല, നിസ്കരിക്കാനുള്ള നിസ്കാരമാണ്. അസ്ർ നിസ്കരിക്കാനുള്ളതാണ്. തറാവി നിസ്കരിക്കാനും നിസ്കരിക്കാതിരിക്കാനുമുള്ള നിസ്കാരമാണ്. ഞാൻ ഖുർആൻ ഓതിയില്ല, ഓതണ്ടടാ, ഓതാനുള്ള പറഞ്ഞില്ല. ഓതാതിരിക്കാനുള്ള കിതാബാണത്. നിങ്ങളിവിടെ ഉണ്ടോ? ഇത് നിങ്ങളോട് ഒന്നാം ദിവസം പറഞ്ഞ ഞങ്ങൾ തീരോതില്ല. ഓതണ്ടട എങ്ങായി നിങ്ങളെന്ത് ഓതലുള്ള ഫർളാക്കിയോ? ഓതലുള്ള ഫർളാക്കിയോ? ഇല്ല. തറാവി അല്ലാഹ് ഫർളാക്കിയോ? ഇല്ല. ആയിക്കോട്ടെ, ചിന്തിക്ക്. ഇപ്പോൾ എന്തുണ്ടായാൽ ഇതൊക്കെ മനുഷ്യനെ പുറകോട്ട് വിൽക്കും. ഈ ആഴ്ച ഒന്നും പറയണ്ട, എന്ത് പറഞ്ഞാൽ മതി. അല്ലാഹുമ്മ ഒന്നും എൻ്റെ കയ്യിലൊന്നുമില്ല. പക്ഷെ ഇന്റെ നോക്കിയിട്ടല്ലല്ലോ വിധിക്കണത്, എന്നെ നോക്കിയിട്ടല്ലേ. ഞാനിപ്പോ ഞാൻ നല്ലോനല്ലെങ്കിൽ ഈ എന്നോടല്ലേ നല്ലല്ല, അതാ വർത്താനം. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ? തിരിച്ചടിക്കുക. ഞാൻ നല്ലോനായിട്ട് സ്വർഗത്തിൽ പോകാൻ വന്നിട്ട് തന്നെയല്ലോ ഞാൻ വന്നത് ഇഷ്യല്ലോനായതുകൊണ്ടല്ലേ. ഞാൻ കുറ്റവാളിയാണ്, എനിക്കെന്നറിയില്ലേ. ഇഷ്യല്ലോനല്ലേ, നല്ലോന്റെ സ്വർഗത്തിൽ വരാനല്ലേ ഞാൻ വന്നത്. ഇഷ്യാർക്കും പുറത്തു കൊടുക്കുവാനല്ലേ, എല്ലാവർക്കും വാരിക്കോരി കൊടുക്കണം. എന്നൊക്കെ ആയിരിക്കും. അപ്പൊ തെറാവിയും വേണ്ട, ഓത്തും വേണ്ട. ഇതിന്ന് മറന്നാൾ ഈ ആഴ്ചയോട് മറന്നിട്ട് അടുത്ത കൊല്ലം വേറെ പറയും. അതായത് ഒരു നന്മയും ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ അള്ളാഹു തആല സ്വീകരിക്കുന്ന ആശയം. ഈ ആഴ്ച എന്ത് പറഞ്ഞാൽ മതി എന്നറിയോ? അല്ലാഹുമ്മ ഇന്നക അഫൂ. ഒരാൾ ഒരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങാൻ വന്നു, 10,000 വാങ്ങി, പിന്നെ 5,000 വാങ്ങി, പിന്നെ ഒരു 10,000 വാങ്ങി, പിന്നെയും വാങ്ങി, പിന്നെയും വാങ്ങി. അപ്പോ ഒരിക്കൽ മലയാളി ഒരു 10,000 ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ മലയാളി ചോദിച്ചു, കടം വാങ്ങിയാൻ വന്ന ആളെ കണ്ടില്ലേ എന്നറിഞ്ഞു. അപ്പൊ പറഞ്ഞേ മലയാളി, ഞാൻ വേറെ ആളടുത്തേക്ക് ഇങ്ങനെ പോവില്ല, നിങ്ങളടുത്തേക്ക് ഉള്ളൂ. കാരണം നിങ്ങൾ തന്നാലും തന്നിട്ടില്ലെങ്കിലും പിന്നെയും തരുന്ന ആളാണ്. നിങ്ങൾക്ക് കിട്ടുന്ന കണക്കറിയില്ല, കൊടുക്കുന്ന കണക്കേ അറിയുള്ളൂ. അതുകൊണ്ടാണ് കുഞ്ഞാമകൻ 10,000 കൊടുക്കുക. ഇതാണ് അല്ലാഹുമ്മ ഇന്നക അഫൂൻ. ഏറ്റവും സാലിയായ മനുഷ്യനും ഈ ആഴ്ച പറയേണ്ട അല്ലാഹുമ്മ ഇന്നക അഫൂൻ. ഇന്ന് 25ാമത്തെ നോമ്പല്ലേ? ഇന്ന് ഒരാൾ പള്ള നിറച്ച് ഈ കൊല്ലം ഒരു ഒറ്റ നോമ്പ് നോച്ചിട്ടില്ല നോക്കുക. ഇന്നും ചായ കുടിച്ച് പള്ള നിറച്ച് ചായയും കടിയൊക്കെ കുടിച്ച് വന്ന് പൊരേന്ന് ഇങ്ങനെ വന്ന് അങ്ങനെ വന്ന് അപ്പോൾ ഷാവുലിനെ അന്വേഷിച്ച് വന്നതാണ്. ഷാവുലിനെ കൊണ്ട് എന്തോ ഒരു കാര്യമുണ്ട്, അങ്ങനെ വന്നു. അപ്പോൾ ഷാവുൽ
ഷാവുലിന്റെ പരിയെ പറഞ്ഞപ്പോ ഷാവുലിന്റെ പെണ്ണുങ്ങൾ പറഞ്ഞേ അത് മോലിയർ വരലുണ്ട് അവിടുന്ന് പിന്നെ മൂത്തേർത്തുനിന്ന് അയാളെ ബലയപ്പെട്ടു പോയിട്ടുണ്ട് ഷാവുല്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഞായറാഴ്ച ഷാവുലിനെ കാക്കണ്ട, അയാളെ ബലയിൽ നിന്ന് ഒഴിവാകൂല, അതുകൊണ്ട് അവിടെ പോയിക്കോളൂ, ഷാവുൽ അവിടെ ഉണ്ടാവുന്ന. അങ്ങനെ അയാൾ വേഗം എന്ത് ചെയ്ത് ഷാവുലിനെ കൊണ്ട് എന്തോ കടലാസ് ശരിയാക്കിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് കയറി പള്ള നിറച്ച് തിന്ന് പല്ല കുത്തി വന്ന് ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ വയറില് പറഞ്ഞു. അപ്പൊ വയറില് കേട്ട് അന്നത്തെ നോമ്പ് അയാൾ നോറ്റിട്ടില്ല. മനസ്സിലായോ? ഒരാൾ അയാൾ അപ്പുറത്ത് വേറെ ആൾ ഉത്തരക്കുണ്ട്. അയാൾ കുട്ടിക്കാലത്ത് 4ാമത്തെ വയസ്സിൽ നോമ്പ് തുടങ്ങിയതുമാണ്, ഇതുവരെ ഒഴിവാക്കിയിട്ടില്ല. ഈ രണ്ടാൾക്ക് ഇപ്പൊ ഇയാൾ ഇന്നത്തെ 25ാമത്തെ നോമ്പും നോട്ടിട്ടില്ല. പക്ഷെ ഈമാൻ തലീക്കരി ഇത് സംഗതി ശരിയല്ലേ ആണല്ലോ. ഇനി അയാൾക്ക് പറയാനുള്ളത് എന്താ? അല്ലാഹുമ്മ മറ്റേ പറയണ്ട 4ാമത്തെ വയസ്സിൽ നോമ്പ് തുടങ്ങിയതാ, ഇതുവരെ ഒരു നോമ്പ് പോയിട്ടില്ല. അയാൾക്ക് പറയാനുള്ളത് എന്താ? നിങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ടാ? തിരിഞ്ഞിട്ടില്ല, തിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് പറയണ മനസ്സിലാവുന്നുണ്ടാ? അതാണ് മനസ്സിലായില്ലേ? ഇതിനൊരു പരിധി നിശ്ചയിക്കാൻ കഴിയില്ലല്ലോ. നല്ലോണം പിടക്കണല്ലോ. ഈ ആഴ്ചയാണ് ആദമിന്റെ മകനായി നമ്മള്. കാരണം ആദം മഅ്സൂമായ ആദം കുറ്റവാളിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഭൂമിയിൽ ഇറങ്ങിയത്. അപ്പൊ നമ്മൾ ഈ ആഴ്ച ആദമിലേക്ക് ചേരുകയാണ്. തിരിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഇബ്നു ആദമായി. ഇബ്നു ആദം അല്ലാഹു പുറത്തു കൊടുക്കും, തൗഫീഖ് തരട്ടെ. ഇതുവരെ ഇബ്ലീസിന്റെ പാർട്ടി നിന്നിരുന്നാൽ ഈ ആഴ്ച എവിടേക്ക് കയറി? ആദമിലേക്ക് കയറി. എന്താ ആദമിന്റെ അവസ്ഥ? ആദം മഅ്സൂമ. എന്നിട്ട് എന്താ പറഞ്ഞത്? ആയത്തിൽ റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. നിരാശ വേണ്ട. ജീവിതത്തിൽ കള്ളൊക്കെ കുടിച്ചു, ആയിക്കോട്ടടോ, എന്നിട്ട് പോരടോ, ക്ഷീണിട്ട് പോരടോ. അന്ന് വൈകുന്നേരം മരിച്ചു പോയി. 25ാമത്തെ നോമ്പിന് ഇവിടെ വന്നിരുന്ന് ക്ലാസ് കേട്ടപ്പോഴത്തിന് തലക്കേറി, പിന്നെ കരിഞ്ഞു. നാളത്തെ നോമ്പായി കിട്ടിയെങ്കിലും വിചാരിച്ച് കത്തിന്ന്. പക്ഷെ അന്ന് വൈകുന്നേരം ഉപരം മരിച്ചു. മേലുണ്ടാവും, ഒന്നാം ദർജയിലുണ്ടാവും. കാരണം ഇയാൾ അരസിന്റെ തണല്ല. അരസിന്റെ തണല്ല ആരാ? 7ാമത്തെ ആള്. 7ാമത്തെ ആളാകടാ അരസിന്റെ തണല്. അള്ളാഹു ചെയ്ത അനുഗ്രഹവും അവൻ ചെയ്ത കുറ്റവും ഓർത്ത് പൊട്ടിക്കരയുക. എന്ന് പറയേണ്ടതാണ് അവിടെ. അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിച്ചു എന്നാണ് പറയേണ്ടത്. പക്ഷേ മുത്തുനബി പറഞ്ഞത് കണ്ണുനീരൊലിച്ചു എന്നല്ല, കണ്ണന്നെ ഒലിച്ചു. പറയേണ്ടത് കണ്ണുനീരൊലിച്ചു എന്നാണ്. പക്ഷേ റസൂൽ പറഞ്ഞത് അവന്റെ കണ്ണൊലിച്ചു എന്നാണ്. അതായത് അത്രയും ശക്തമായി അവൻ കരഞ്ഞു. ഒന്നാമത്തെ സ്വർഗത്തിലെ അർശിന്റെ തണലിലുള്ള ആളുകൾ ഒന്നാമത്തെ ആളാരാ? രാവും പകലും നിസ്കരിക്കണമെന്ന്. അവസാനത്തെ ആളാരാ? രാവും പകലും കള്ളിച്ചു. അയാൾക്ക് ബടിയും കള്ളുകൂടി അവിടെയും കള്ളുകൂടി. തിരിഞ്ഞിട്ടില്ല. തിരിഞ്ഞു എന്നൊക്കെ പറയുന്നത് നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? അർശിന്റെ തണലിലെ ഒന്നാമത്തെ ആളാരാ? ശ്രദ്ധ പാളിയിട്ടില്ലെങ്കിലും തെറ്റും, വേഗം തെറ്റും. തെറ്റണ്ട. നിങ്ങൾ നല്ല ഉഷാറിലിരിക്കും. നിങ്ങൾ അങ്ങനെ ഇരുന്നാൽ നിങ്ങൾക്ക് കയറൂല. നമ്മൾ കുറ്റവാളിയാണ്. ഒന്നാമത്തെ കുറ്റവാളി റഹ്മത്തുള്ള തന്നെയാണ്. കുറ്റവാളികൾക്കുള്ള ക്ലാസ്സായിട്ട് അള്ളാഹു നമ്മളെ ആ ബോധത്തിൽ നിർത്തി തരട്ടെ. ഞാൻ കുറ്റവാളിയാണോ? ഞാൻ കുറ്റവാളി ആയതുകൊണ്ടാണ് ഈ ക്ലാസ് എടുത്തത്. പിന്നെ നിങ്ങളെ മുന്നിൽ എന്തെന്നറിയ ദലിസമാത്തിനെ പോലെയാണ്. കാല് പണി മുക്ക ചൊർക്കും എന്ന് പറയും എന്ന മറ്റൊരു ക്ലാസ്സാണ്. ഞാൻ ഈ കുപ്പായം ഇടാതെ വന്നാൽ നിങ്ങൾ തീരെ ബഹുമാനിക്കൂല. അല്ലെങ്കിൽ തന്നെ ബഹുമാനിക്കില്ല. പിന്നെ ഞങ്ങൾ തീരെ ഈ ജാതി കുപ്പായിട്ടില്ലെങ്കിൽ തീരെ ബഹുമാനിക്കൂല എന്ന് വിചാരിച്ചിട്ടാണ് ഈ ചൂടുമ്പോൾ അക്കായിട്ടും ഞാൻ ഈ കുപ്പായിട്ടാണ്. ഇതൊക്കെ നടന്നു പോകണല്ലോ. ജഡ്ജിന്റെ ഒരു കുപ്പായന്റെ. പക്ഷേ സംഗതി കുറ്റവാളിയാണ്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. കുറ്റവാളിയാണ്, യാതൊരു സംശയം വേണ്ട. കുറ്റവാളിയാണ് എന്ന കാര്യം ഉറപ്പ്.
അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഉറപ്പ് ഞാൻ ഇഖ്ലാസോട് വരാൻ കുറ്റോടെയാണ്. ഇന്ന് എനിക്കറിയാലോ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. പക്ഷെ നമുക്ക് അള്ളാഹു തല ആഴ്ച വെച്ചിട്ടുണ്ട്. ആ ആഴ്ചയാണ് ഏത്? ഈ ആഴ്ച ഇത് നമ്മളെ ആഴ്ചയാണ്. നീക്കാമില്ലാത്തൊരാഴ്ചയാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇതിൽ നമ്മൾ കയറും ഇൻഷാ അല്ലാഹ്. എന്നിട്ട് നമ്മൾ എവിടെ ഇരിക്കും? അർശിന്റെ തണലിരിക്കും. അർശിന്റെ അള്ളാഹു തൗഫീഖ് തരട്ടെ. അർശിന്റെ തണലിരിക്കുന്ന ആദ്യത്തെ ആളായ ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരി. ഓന് പണിയുണ്ട്, ചെറുപ്പം മുതലേ പണിയാണ്. വളർന്നു വന്ന ചെറുപ്പക്കാർ പണിയാണ്. പള്ളിയിൽ കെട്ടിയ ഹൃദയമുള്ള പണിയാണ്. അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ച അള്ളാഹിന്റെ കാര്യം നടപ്പിലാക്കാൻ വേണ്ടി ഓടുന്നവർ പണിയാണ്. ലാസ്റ്റ് ആളാരാ? ഒന്നാണ് ഖാലിയായിരുന്നു, ഒന്നാണ് മാറിയിരുന്നു. ക്ലാസ് കേട്ടു, അല്ലെങ്കിൽ ഒരു വയള് കേട്ടു, അല്ലെങ്കിൽ എന്തോ അതൊന്നല്ല എന്തോ ഒന്നാണ് കേട്ടു. അപ്പോൾ ഒന്നാണ് മാറിയിട്ട് പിന്നെ അവിടുന്ന് മെല്ലണ്ട് ഇറങ്ങി, പിന്നെ അത് കരിഞ്ഞ്. പഠിച്ചോനെ, ഇതിൽ പറഞ്ഞ ആൾ ഞാൻ തന്നെയാണല്ലോ. പിന്നെ കരിഞ്ഞ്. പിന്നെ അയാൾ ക്ലാസ് ഫുള്ളിലൊന്നും ഇരുന്നില്ല. അയാൾ അങ്ങനെയാണ് കയറി, മോട്ടോർ സൈക്കിളിൽ കയറി ഇരുന്നു. നേരെ മെഡിക്കൽ കോളേജ് വഴിക്ക് പോകേണ്ടതാണ്. ഇവിടെ നിന്നാണ് കയറി കുറച്ച് പോയി. പാലം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ വണ്ടി ഓടിക്കാൻ വയ്യ, കണ്ണുനീര് കൊണ്ട്. അപ്പം സൈഡാക്കി. പിന്നെ അയാൾ മോട്ടോർ സൈക്കിളിൻ്റെ എന്താ പറയുക, അതിൻ്റെ ആ പെട്രോൾ ടാങ്കിൻ്റെ മേലെ കടന്ന്. ആളുകൾ വിചാരിച്ച് ഓൻ കള്ളുടിച്ച് കടന്നാണ്. ശരിയാണ്, 1 വരെ അങ്ങനെ കടന്നോനായിരുന്നു. പക്ഷെ ഇന്നിപ്പോ കിടക്കുന്നത് കള്ളുടിച്ചിട്ടല്ല, അള്ളാഹുവിൽ മത്ത് പിടിച്ചിട്ടാണ്. ഓൻ അള്ളാഹിന്റെ മുഖറബാണ്. ഇന്നലെ വരെ ഓൻ കള്ളുടിച്ച് വീണോനാണ്. ഇന്നവൻ വേറെ കള്ളുടിച്ച് വീണ. ഇന്നത്തെ കള്ള് അള്ളാഹു എന്ന സക്ര. മത്ത് പിടിച്ചുപോയി, തലക്കട് കയറിപ്പോയി, ലൈന് തെറ്റിപ്പോയി. പെണ്ണുങ്ങൾ ഫോൺ ചെയ്തപ്പോൾ ഒരുപാട് ഫോൺ വന്നു, ഓനെടുത്തില്ല. അതൊക്കെ എൻ്റെ മനസ്സിൽ പോയി. ഓൻ്റെ മുന്നിൽ നരകവും അള്ളയും ഓന് മാത്രമേ ഉള്ളൂ. എനിക്ക് പറയുന്നത് മനസ്സിലാണല്ലേ കുട്ടികളെ? ഇനി ഓന് പറയാനുള്ളത് എന്താ? ഇനി ഓൻ പറയാനുള്ളത് എന്താണ് പറയാനുള്ളത്? എന്താണ് ഓന് പറയാനുള്ളത്? ഒരാളെ ഇബ്ലീസിന് കിട്ടൂലടാ ഉമ്മത്ത് മുഹമ്മദിൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു എല്ലാവർക്കും തിരിച്ചു വരാൻ തൗഫീഖ് നൽകട്ടെ. മനസ്സ് തുറന്ന് പറയാം, അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ്. അള്ളാഹ് എന്ന് പറഞ്ഞ കരഞ്ഞ ഒരാൾക്ക് നരകം ഉണ്ടാവില്ല. അള്ളാഹ് കാര്യം പോക്കാണ്. നല്ലോൻ നാശവും ചെയ്യും. നല്ലോൻ അങ്ങനെ കരയണമെന്ന് തോന്നിയില്ല. എന്തുകൊണ്ട്? നല്ലോനാണല്ലോ. ഓനെ ചതിച്ച് ആര്? ഇബ്ലീസ്. നല്ലോനെ ഇബ്ലീസ് ചതിച്ച്, നിരാശ ബാധിച്ചോനെ ഇബ്ലീസ് ചതിച്ച്. ഇന്ന് ഈ അടുത്ത് ഏറ്റു പറഞ്ഞ ഞാൻ നാശാവണ്ട. ഈ അടുത്ത ദിവസം ഒരാൾ എന്നോട് വന്ന് പറഞ്ഞ്, പറ്റ ദോഷിയായ ഒരാൾ ഞങ്ങളെ ചെറുപ്പക്കാരൻ ഞങ്ങളെ നാട്ടിലുണ്ടെന്ന്. അവന് എന്തോ വയറ് കേട്ടിട്ട് നന്നാകാൻ തീരുമാനിച്ച് പള്ളിയിൽ ഇപ്പോൾ കൃത്യമായി വരും. ഓനെ കുതിരാക്കും. അവിടുത്തെ 1-ാം സഫേര്. ഓനാടാ നരകം, ഓനാടാ നരകം. 1-ാം സഫേര് നിങ്ങൾക്കാടാ മക്കളെ അന്ന് നരകം വെച്ചത്. ഇതിനോട് റിയാസ് എന്നൊരു ചെറുപ്പക്കാരൻ ഈ അടുത്ത സമയത്ത് പറഞ്ഞ സംഭവ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? അതായത് കള്ളും കുടിച്ച് കുതിര വിട്ട് വ്യഭിചരിച്ച് കണ്ട പെണ്ണുങ്ങളെ മുഴുവനും പിന്നാലെ നടന്നിരുന്ന ഒരുത്തൻ കരഞ്ഞിട്ട് മടങ്ങ ആരിലേക്ക്? ഇപ്പൊ നേരത്തിന് പള്ളിക്ക് ഒരു അവർച്ചോന് കാര്യം. ഏത് മൂലയിരുത്തി പൊട്ടത്തരം പറഞ്ഞാലും അവിടെ ഇന്ന് വെള്ളം. അപ്പം 1-ാം സഫുകാരന് കളിയക്കാരെ ഇപ്പോഴാ നന്നാവും വന്ന്. ഓനാടാ നേരം, ഓനാടാ ഇബ്ലീസിന്റെ മകന്. ആര്? 1-ാം സഫുകാരനാടാ ഇബ്ലീസിന്റെ നേരെ മകൻ. ഓനാണടാ. അള്ളാഹ് കുറ്റവാളികളെ ഏറ്റെടുക്കും, ഇവനാട് തള്ളും. നമുക്ക് പറഞ്ഞത് മനസ്സിലായോ? അള്ളാഹു ബോധം തരട്ടെ. ഏറ്റവും നല്ലോനായ നാശാവും. ഓൻ ആര് കൊണ്ടുപോകും? ആര് കൊണ്ടുപോകും? ഇബ്ലീസ്. അത് നോക്കണം.
നന്നാവണം, നന്നായാലും മോശമായിക്കണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മരിക്കാനായ സമയത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ കയറി ചെല്ലുന്നു, കരയുന്നു. ഇബ്നു മസ്ഊദ് ആരാണ്? ഇബ്നു മസ്ഊദ് എന്ന് ചിന്തിക്കണം. തഅല്ലമുൽ ഖുർആന അൻ അർബഅ, നാലാളിൽ നിന്ന് ഖുർആൻ പഠിച്ചുകൊള്ളൂ എന്ന് പുണ്യ റസൂൽ. നാലാളുകളിൽ നിന്ന് ഖുർആൻ പഠിച്ചോളൂ. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള നാലാളുകളുണ്ട്. ആ നാലാളിൽ നിന്ന് അള്ളാഹിന്റെ കലാമ പഠിക്കാൻ അള്ളാഹു തന്നെ സമ്മതം തന്നിട്ടുണ്ട്. അങ്ങനത്തെ നാലാളുകൾ എന്റെ സ്വഹാബികളിൽ ഉണ്ട്. അവരിൽ നിന്ന് ഖുർആൻ പഠിച്ചോളൂ എന്ന് പുണ്യൻ മുഹമ്മദ് മുസ്തഫ. ഖുർആന്റെ ഉസ്താദുമാരായി അള്ളാഹിന്റെ ലോഹിൽ എഴുതിയ നാലാളുകൾ എന്റെ സ്വഹാബികളിലുണ്ട്. ഇബ്നു മസ്ഊദ് വഉബൈ ബിൻ കഅബ് വസാലിം മൗലാ അബി ഹുദൈഫ വമുആദ് ബിൻ ജബൽ ഖാല റസൂലുള്ളാഹി. നാലാളിൽ നിന്ന് ഖുർആൻ പഠിച്ചോളൂ. ഖുർആൻ പഠിപ്പിക്കുന്ന ഉസ്താദുമാരായി അള്ളാഹിന്റെ ലോഹിൽ നാലാളെ പേര് എഴുതിയിട്ടുണ്ട്. ഒന്ന് ഇബ്നു മസ്ഊദാണ്, ഒന്ന് ഉബൈ ബിൻ കഅബാണ്, ഒന്ന് സാലിം മൗലാ അബി ഹുദൈഫയാണ്, ഒന്ന് മുആദ് ബിൻ ജബലുമാണ് എന്ന് പുണ്യ റസൂൽ മുസ്തഫ. ഇതിൽ ഒന്നാമത്തെ ആളാണ് ആര്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ ചെല്ലുമ്പോൾ പരിലിരുന്ന് കരയ. എന്താ ഉസ്മാനെ എന്താ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് എന്തിനാ നിങ്ങൾ കരയണമെന്ന് ചോദിച്ചു. നിങ്ങളെ പെൺകുട്ടികളുടെ ദാരിദ്ര്യമാണെങ്കിൽ അതൊക്കെ ഞങ്ങൾ പോറ്റിക്കോളും. എന്ന് നിങ്ങൾ ബേജാറാവേണ്ട. മദീനയിലൊക്കെ ഇന്ന് നിഅമത്തുള്ളവരുണ്ട്, അവർ മക്കളെ പോറ്റും. നിങ്ങളെ മക്കളെ കാര്യത്തിൽ ബേജാറാവണ്ട. അപ്പോൾ പറഞ്ഞ മക്കളെ കാര്യത്തിൽ ബേജാറില്ല. അവരോട് അൽവാഖിഅ സൂറത്തോടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുള്ളവർക്ക് ഓതുന്നവർക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ലല്ലോ, ഇവർക്ക് പേടിയില്ല. അപ്പോൾ ചോദിച്ചു, പിന്നെ എന്തിനാ വലിമാതാത്തക്ക് പിന്നെ ഞങ്ങൾ എന്തിനാ കരയണം? അപ്പോൾ പറഞ്ഞു, ദോഷം ചെയ്ത ദോഷിയായ ഇബ്നു മസ്ഊദ് അല്ലാഹുവിന്റെ കോടതിയിൽ എങ്ങനെ നിൽക്കുമെന്നോർത്ത് കരയുകയാണ്. എന്റെ ദോഷം കൊണ്ടല്ലാതെ ഞാൻ കരഞ്ഞിട്ടില്ല. അപ്പോൾ ഏറ്റവും വലിയ സ്വാലിഹ് അള്ളാന്റെ മുന്നിൽ ദോഷിയാണ്, ഏറ്റവും ദോഷിയും അള്ളാന്റെ മുന്നിൽ ദോഷിയാണ്. ഇബ്ലീസ് വഷളായാണ് പോകും. മനസ്സിലായോ? അതിനിടയിൽ ഒരു കൂട്ടരിപ്പെടും, രണ്ടു കൂട്ടരിപ്പെടും. എവിടെ രണ്ടു കൂട്ടരിപ്പെടുക? ഒന്ന്, ഞാൻ നല്ലോനാണെന്ന് വിചാരിച്ച് നടക്കുന്ന നല്ലോൻ ഓ നശിക്കും. ഞാൻ നശിച്ചു, നീ എനിക്ക് ചാൻസ് ഇല്ല എന്ന് വിചാരിച്ച നിരാശക്കാരൻ ഒന്ന് നശിക്കും. രണ്ട് കൂട്ടർ നശിച്ചു. ആരൊക്കെ? പറയേണ്ട കുട്ടി. രണ്ടു കൂട്ടർ നന്നാവും, രണ്ടു കൂട്ടർ നശിക്കും. ഏതൊക്കെ നന്നാവുന്ന രണ്ടു കൂട്ടർ? നല്ലോനാണ്, പക്ഷെ മനസ്സിലവൻ അള്ളാന്റെ മുന്നിൽ കുറ്റവാളിയാണ്. അള്ളാഹു തആല ബോധം നമുക്ക് തരട്ടെ. രണ്ട്, മോശപ്പെട്ടവനാണ്, എന്നിട്ട് അള്ളാന്റെ മുന്നിൽ അവൻ എന്ത് സമ്മതിച്ചു? ഞാൻ കുറ്റവാളി തന്നെയാണ്, ഞാൻ കുറ്റവാളി തന്നെയാണ്. പൂർത്തരണം, പൂർത്തരണം. ഓനും രക്ഷപ്പെടും. ഇനി വേറെ രണ്ട് കാറ്റഗറി ഉണ്ട് നന്നാകാത്തത്. ഒന്ന്, നല്ലോനാണ്, പക്ഷെ അവന്റെ മനസ്സിനും അവൻ നല്ലോനാണ്, അവൻ അഹങ്കാരാണ്, നന്നാവില്ല. പിന്നെ ലാസ്റ്റ് ഒരാള് എന്ത്? കുറ്റവാളി, എന്നിട്ടോ എന്ത് ചെയ്ത്? നിരാശപ്പെട്ടു. നമ്മളൊന്നും ഇനി ശരിയാവില്ല. പള്ളിയെ പാടോ, നമ്മളെ സാരല്ല, നമ്മളൊന്നും വിളിക്കേണ്ട ഉസ്താദെ, നമ്മളൊന്നും നന്നാവില്ല, നമ്മളെ സമയം കഴിഞ്ഞു. ഓന് നശിച്ചു. ഓനെ ആര് കൊണ്ടുപോയി? പറയാൻ ആര് കൊണ്ടുപോയി? അള്ളാഹു മനസ്സിലാവണില്ലേ കുട്ടികളെ? മനസ്സിലാവണില്ലടോ കുട്ടികളെ, മനസ്സിലാവണില്ലേ? അള്ളാഹു നന്നാക്കി തരട്ടെ. ഇവിടെയാണ് നമ്മൾ ഇതിന് ഭയങ്കര പോയിന്റാണ് ഈ ഒരു പോയിന്റ്. ഏത്? ഈ കുറ്റവാളി തന്നെ നമ്മളെപ്പോലെ ദോഷം ചെയ്തവര്. അപ്പൊ എന്നിട്ട് സറണ്ടർ ആവുക. ആരെ മുന്നിൽ? അള്ളാന്റെ മുന്നിൽ. اللهم إنك عفو تحب العفو فاعف عني اللهم إنك عفو تحب العفو فاعف عني اللهم إنك عفو تحب العفو فاعف عني. الله توفيق തരട്ടെ. മനസ്സ് തുറക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ, 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 അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ പറഞ്ഞു ഇവിടെയും കള്ളുടിക്കും അവിടെയും കള്ളുടിക്കും എന്നതിന്റെ അർത്ഥം ഇതാണ്. എന്ത്? അതായത് കള്ളു കുടിച്ചവനാണെങ്കിലും ആയുസൊക്കെ കള്ളുടിച്ചു, എന്നിട്ട് അവൻ അള്ളാഹുവിലേക്ക് എന്തായി? മടത്തിരിച്ചു മടങ്ങി. പിന്നെ അള്ളാഹു സ്വർഗത്തിലേക്ക് എന്നല്ലേ സന്തോഷിച്ച് അള്ളാഹു കൊടുക്കുന്ന വിഭവങ്ങൾ അത് ആസ്വദിച്ച് കഴിക്കുക. അർശിന്റെ നല്ലിരിക്കും. ഖബറിന്റെ പുറത്ത് പോയി വേലത്ത് വരെ കുലാണ്. ആര്? കള്ളുടിയൻ. മനസ്സിലായില്ല? ഈ ദോഷി കള്ളുടി എന്നുള്ള ഉദാഹരണമാണോ? കള്ളുടി പോലത്തെ ദോഷമുള്ള ഈ ദോഷി ഖബറിന്റെ പുറത്തൊരു മിനിറ്റ് വരെ നിൽക്കൂല. അവനെ ഖബറിന്ന് എണീക്കുമ്പോഴത്തേന് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറ് കേട്ടിട്ട് ഖബറിന്ന് എണീക്കുമ്പോഴത്തേന് അവനെ കൊണ്ടുപോകാൻ വേണ്ടി അള്ളാഹ് മലക്കുകൾ നിർത്തും. ആ മലക്കുകൾ നേരെ അവിടെ കൊണ്ടുപോകും. അർശിന്റെ തണലിലേക്ക്. അതല്ല കുട്ടി ഇവിടെ പറഞ്ഞ അർശിന്റെ തണലിലുള്ള
അർശിന്റെ തണലിലുള്ള 7 വിഭാഗം എന്ന് പറഞ്ഞില്ലേ? അതിന് 7ാമത്തെ വിഭാഗം ആരാ? കൊടും കുറ്റവാളി. പക്ഷെ അവൻ എന്ത് ചെയ്ത്? അള്ളാഹുവിലേക്ക് മടങ്ങിയിട്ട് പിന്നെ അത് ചെയ്തില്ല. പിന്നെ ഒരു ദിവസം ബോധം വന്ന് അല്ലാന്നില്ല അല്ലാ പിന്നെ നന്നായി. മനസ്സിലായോ? അങ്ങനെ എത്ര നല്ലൊരു നാശായി, എത്ര നാശായി നന്നായി. വിചരിച്ച് നടന്നിരുന്ന ഒരു പെണ്ണിന് ഞാൻ വായിച്ച ഒരു ചരിത്ര പുസ്തകത്തിൽ വായിച്ചൊരു സംഭവം പറയുന്ന കേട്ടാ. വ്യഭിചരിച്ച് നടന്നിരുന്ന ഒരു പെണ്ണിന് നന്നാണെന്ന് തോന്നി. അങ്ങനെ മക്കത്തേക്ക് പോകുന്ന കാഫില സംഘത്തിൽ കൂടി. അങ്ങനെ മക്കത്തിൽ പോയി. പിന്നെങ്കിലും എനിക്കൊന്ന് പറയാൻ നന്നാണെന്ന് വിചാരിച്ചു. അങ്ങനെ കാഫില സംഘം മക്കയിലെത്തി. മസ്ജിദുൽ ഹറമിന്റെ വാതിലിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഈ പെണ്ണ് മസ്ജിദുൽ ഹറമിന്റെ വാതിലിന്റെ ഉള്ളിലൂടെ കയറിയപ്പോൾ അതാ കഅബാലയം പടച്ച ബഹുരാന കഅബ, കറുത്ത കില്ലയും പൊടച്ചിങ്ങനെ നിൽക്കുന്ന കഅബാലയം കണ്ടു. അപ്പോൾ എന്ത് ചെയ്തു? ബോധം ഈ പെണ്ണിന് നഷ്ടപ്പെട്ടു പോയി. പടച്ചോനെ, എന്ത് കുറ്റവാളിയാണ് ഞാൻ റബ്ബേ, നിന്റെ വീട്ടിലേക്ക് വരാൻ എനിക്ക് കുറ്റവാളിക്കും സമ്മതം തന്നില്ലേ റബ്ബേ. പിന്നെ കഅബാലയത്തിന്റെ മുറ്റത്തിൽ പെണ്ണ് എത്തിയില്ല. മസ്ജിദുൽ ഹറാമിന്റെ വാതിലിന്റെ ഉള്ളിലൂടെ കയറി കറുത്ത കില്ലയും പൊടച്ചു നിൽക്കുന്ന കഅബാലയത്തെ കണ്ടപ്പോഴത്തിന് അതാ പൊട്ടിക്കരഞ്ഞിട്ട പിച്ചുമ്പേയും പറഞ്ഞ് ബോധരഹിതയായി വീണു. ആ ബോധം തെളിഞ്ഞില്ല, മരിച്ചുപോയി. ആ പെണ്ണ് അള്ളാന്റെ ഹെർസിലാ മരിച്ചു. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഒരു ത്വാഫ് പോലും ചെയ്യാൻ കഴിഞ്ഞില്ല. കഅബ കണ്ടപ്പോഴത്തിന് ബുദ്ധിയായി. അല്ലാ, ഈ തമ്മാടിച്ചിക്ക് ഇവിടെ എത്താനുള്ള അവസരം ഒന്നും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു. അല്ലാ, എന്തൊരു അനുഗ്രഹമാണ് ഈ തമ്മാടിച്ച എനിക്ക് തന്നത് അല്ലാ എന്ന് പറഞ്ഞപ്പോഴത്തിന് വീണുപോയി. അതിൽ മരിച്ചു. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായില്ലേ? ഈ 1ാം സഫിൽ നിന്ന് മറ്റവനെ കുറ്റം പറയുന്നവന് എന്നെങ്കിലും ഈ ബോധം ഉണ്ടോ? നിങ്ങൾക്ക് പറയണ മനസ്സിലാവണം. ഞാൻ 1ാം സഫ് പോകണ്ട, നല്ലട കുട്ടികളെ പറഞ്ഞ് 1ാം സഫിലാണ് നമ്മൾ നിൽക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോഴും നമ്മളെ മനസ്സിൽ നമ്മൾ ആരാകണം? കുറ്റവാളിയാകണം. അപ്പൊ നമുക്ക് വേറുള്ളവനെ കുറ്റം പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. ആരോടും സാരല്ല എന്ന് പറയാം. അങ്ങനെ ആരോടൊന്നും പൊരുത്തപ്പെടിക്കാൻ തോന്നും. ആരും വലിയവനാന്ന് തോന്നും. അങ്ങനെയാണ്. അങ്ങനെയാണ്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ഖൽബ് നന്നാക്കണം. അള്ളാഹുവിന്റെ കോടതിയിൽ എങ്ങനെയാണ് നിൽക്കുക എന്ന് ഓരോ ആളും ചിന്തിക്കണം. ചില്ലറ ദിവസം മാത്രമേ ആണുങ്ങളെ പെണ്ണുങ്ങളെ ബാക്കിയുള്ളൂ. ഈ ആഴ്ച ചെയ്യേണ്ട ഏറ്റവും വലിയ അമൽ നിസ്കാരമല്ല, നോമ്പുമല്ല. ഈ ആഴ്ച ഏറ്റവും വലിയ ചെയ്യേണ്ട, അള്ളാഹുക്ക് മുന്നിൽ തഖ്രീം ചെയ്യേണ്ടത് നിസ്കരിച്ചോ, നോമ്പോറ്റോ, ഖുർആൻ ഓതിക്കോ. പക്ഷേ ഈ ആഴ്ച അള്ളാഹിന്റെ മുന്നിൽ ഏറ്റവും ചെയ്യേണ്ട തഖ്രീമാക്കേണ്ടത് കണ്ണുനീരാണ്. എന്ത് ചെയ്യേ? അവന്റെ ബാക്ക് ഫയൽ പരിശോധിച്ച് അവൻ തന്നെ ഇരുന്ന് ആരോടും പറഞ്ഞില്ല. ഒറ്റക്കണ്ടിരുന്ന് അവന്റെ ഫയലൊന്ന് ഓനിങ്ങനെ ഓർത്ത് നോക്കി ചെയ്തു കൂട്ടിയ പാപം. അപ്പോഴങ്ങനെ കരിഞ്ഞു. ഒരു ദ്വാസമ്മേളനം നടക്കുന്നുണ്ട്, അതിന്റെ ബാക്ക് പോയിരുന്ന്. അപ്പൊ അങ്ങനെ മോനിൽ എന്തോ പറഞ്ഞു, വയലു പറഞ്ഞു, അല്ലെങ്കിൽ അപ്പോഴത്തിന് ആ പറഞ്ഞു, ആ കുറ്റമൊക്കെ ചെയ്ത ആൾ ഞാൻ തന്നെ കരിഞ്ഞ്. എല്ലാവരും എണീറ്റ് പോയി. ഓൻ എണീറ്റ് പോകാൻ തോന്നിയില്ല, കാരണം കുറ്റവാളിയാണ്. പറഞ്ഞത് മനസ്സിലായില്ലേ? ഒരാഴ്ചയാണത്. ഓൻ അവിടുന്ന് പറഞ്ഞാലും തീരൂല. ഓൻ എവിടെ പോയാലും ഓൻ തന്നെ പറയും, എന്ത് അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഈ ആഴ്ച അല്ലാഹു തആലക്ക് മുന്നിൽ സമർപ്പിക്കാനുള്ള ഏറ്റവും വലുത് എന്താണ്? കണ്ണുനീരാണ്. കണ്ണുനീര് തന്നെയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാനൊരു ആയത്തിന്റെ ശകലം നിങ്ങൾക്ക് ഓതി തരാം. നിങ്ങൾക്ക് ചിന്തിക്കാനുണ്ടാവും ആ ഭാഗത്ത്. നല്ല ഫോമിലല്ലേ? നേട്ടൂല. നല്ല ഫോമിൽ തന്നെ ആണല്ലേ? ഒരു ഏരിയ പറഞ്ഞു കേട്ടാ. ومما يوقدون عليه في النار ابتغاء أهلية أو متاع زبد مثله
ആഭരണം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ലോഹം തീയിലിടുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? റാഅദ് സൂറത്തിൽ നിന്നാണ് ഓടിയത്. സൂറത്തു റാഅദിൽ നിന്നാണ് ഓടിയത്. ഇന്നെ തന്നെ നോക്ക്. ومما يوقدون عليه في النار ابتغاء عليا أو متاع زبد مثله. സൂറത്തു റാഅദിൽ നിന്നാണ് ഓടിയത്. എത്രാമത്തെ ആയത്താണത്? 17. റാഅദ് സൂറത്തിൽ 17-ാമത്തെ ആയത്ത്. നോക്ക്. അൻസലമിനസ്സമായി എവിടുന്നാ തുടങ്ങുന്നത്? ഈ ഏരിയ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അവിടെ മാത്രം കിട്ടിയത്. ശ്രദ്ധിക്കണേ. ومما يوقدون عليه في النار ابتغاء عليا أو متاع زبد مثله. ആഭരണം ഉണ്ടാക്കാൻ വേണ്ടി സ്വർണം വെള്ളി പോലെയുള്ള ലോഹങ്ങളെ തീയിലിടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? തീ അതിന്റെ ഓരോ ഭാഗങ്ങളെയും സ്പർശിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കരയാൻ തുടങ്ങും. കരയുന്നതിനനുസരിച്ച് അത് തങ്കപ്പെടും. ഭയങ്കര വർത്താനം. കരഞ്ഞോന്റെ ഉള്ളിൽ കിടുമ്പ് കിടക്കുകയില്ല. അപ്പൊ ഈ ആഴ്ചന്റെ പണി എന്താണ്? ഈ ആഴ്ചങ്ങളെ പണി എന്താ? നിങ്ങൾ ഈ ആഴ്ചന്റെ പണി എന്താ അവർക്ക് പറയാ? ജാതിപ്പേര് പറയണ്ട. അതെ ഈ മനസ്സിലായില്ലേ? സ്വർണം ഒക്കെ ഉണ്ടാക്കുന്ന ആളുകളില്ലേ മനുഷ്യന്മാരെ, ഓല പണിയാണ് ഈ ആഴ്ചത്തെ പണി. നമ്മൾ കൊണ്ട് നമ്മളെ ഹൃദയത്തിനെ നരകത്തിലും ഇടുക. മിനന്നാർ, എന്നിട്ട് അതിൽ കിടന്നിട്ട് ചൂടളകുക, എന്നിട്ട് അള്ളാഹിനോട് പുറത്താക്കി തരാൻ പറയാ. നമ്മളെ കൊണ്ട് എവിടെ ഇടുക? നരകത്തിലിടുക. അപ്പോ തീ ചൂടണ്ട് കയറിയാൽ 2 തരം ഹൃദയമുണ്ട്. ഒന്ന് തണുത്ത ഹൃദയം, ഒന്ന് ചൂടുള്ള ഹൃദയം. തണുത്ത ഹൃദയം നരകത്ത് പോകും. തണുപ്പ് 2 നിലക്ക് വരും. ഒന്ന്, ഞാൻ അത്യാവശ്യത്തിനൊക്കെ ആയി, ഇനിയിപ്പോൾ ഇസ്രായേൽ വന്നാൽ മതി. മനസ്സിലായില്ലേ? പിന്നെ ഇപ്പം അള്ളാന്റെ തുലാസിലെത്തിയാൽ വരെയും നമ്മളതൊക്കെ 2 വട്ടം തൂക്കേണ്ടി വരും. തീരൂല. കാരണം വെള്ളിക്കോലുമ്പോൾ 20 കിലോ തൂങ്ങുള്ളൂ. 50 ചാക്കാണെങ്കിൽ പിന്നെ പറയാടാ. ഇതുവരെ ചെയ്തതൊക്കെ കൂട്ടിയതനുസരിച്ച് അങ്ങനെയുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടുണ്ട്. സ്വർഗ്ഗമൊക്കെ ഉറപ്പിച്ച് പറിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞ ഒരാളെയും ഞാൻ ഈ കോഴിക്കോട്ട് അങ്ങാടി വെച്ച് കണ്ടിട്ടുണ്ട്. അത് ഞാൻ ഇന്നലെ ആലോചിച്ചിട്ടുണ്ട്. അത് കൊല്ലങ്ങൾക്ക് മുമ്പാണ്. എനിക്കത് മറക്കാൻ കഴിയില്ല. അതെങ്ങനെ ഒരു മനുഷ്യൻ പറഞ്ഞു. എന്നാൽ അത് പറഞ്ഞാൽ അവരെ തലയേക്കില്ല. എന്തുകൊണ്ട്? വേറൊരു ലൈനാണ്. അള്ളാഹ് നമ്മളെ കാക്കട്ടെ. അങ്ങനത്തെ ഒരാളെ ഞാൻ ഈ കോഴിക്കോട്ട് അങ്ങാടിയിൽ വെച്ച് അങ്ങനത്തെ ഒരാളെ കണ്ടിട്ടുണ്ട്. ആ ആളെ നിങ്ങളും കണ്ടിട്ടുണ്ട്. അവരെയൊക്കെ അള്ളാഹ് നന്നാക്കി തരട്ടെ. ഒന്നും ഇല്ലാട്ടാ. പക്ഷെ എനിക്കത് സഹിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു മനുഷ്യൻ പറയാൻ പാടില്ല. നമുക്ക് നമ്മളെ പറ്റി തോന്നുക നമുക്ക് എന്തുണ്ട് ആയി ചിന്തിക്കുക. അള്ളാഹ് നമ്മളെ നന്നാക്കി തരട്ടെ. ഉറക്കം പറ അള്ളാഹ് നന്നാക്കി. എന്താടാ സ്വർഗം എന്ന് വിചാരിച്ച് എന്തിന് അള്ളാഹ് ആരെന്ന് വിചാരിച്ചു? 500 കൊല്ലം സുജൂദിൽ കിടന്ന മനുഷ്യന് ചെയ്ത നിഅമത്തുകളൊന്ന് പറഞ്ഞു കൊടുത്തിട്ട് ആ നിഅമത്തിന്റെ മൂലക്ക് വരെ 500 കൊല്ലത്തെ സുജൂദില്ല. സുജൂദ് 500 കൊല്ലം ചെയ്തിട്ടും അള്ളാഹു ചെയ്ത നിഅമത്തിന്റെ മൂലക്ക് പോലും ശുക്രില്ല. അതുകൊണ്ട് മലക്കുകളെ ഇവനെ നരകത്തിൽ എറിയൂ എന്ന് കൽപ്പിക്കും അള്ളാഹ്. അപ്പോൾ ഈ മനുഷ്യൻ റബ്ബിന്റെ മുന്നിൽ പറയൂ, റബ്ബേ എന്റെ അമൽ കൊണ്ട് ഞാൻ അഹങ്കരിച്ചതാണ്, പിഴവ് പറ്റിയതാണ്, നീ റഹീമാണ്, നീ ഒരിക്കലും എന്നെ ഒഴിവാക്കരുതേ എന്ന് പറഞ്ഞ് അള്ളാഹിന്റെ കോടതിയിൽ പൊട്ടിക്കരയുമ്പോൾ മാത്രമാണ് പിന്നെ സ്വർഗത്തിന്റെ വാതിൽക്കലേക്ക് കൊണ്ടുപോകാൻ കൽപ്പിക്കുക എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. മനസ്സിലായില്ലേ? അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ചിന്തിക്ക്. നന്നാണ്ടടാ, നാശിക്കളാ. മനസ്സിൽ ആശ എന്ന് മുതൽ കള്ളുടിക്കാൻ പോകാനല്ല എന്റെ വായന. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അപ്പൊ തെറ്റ് ചെയ്തോനെ എന്ന് പറയുമ്പോൾ എന്തുണ്ടാവുള്ളൂ? തെറ്റുകാരനായോനെ അള്ളാഹുമ്മ ഇന്നക, അത് പറയുമ്പോ ഇഖ്ലാസ് ഉണ്ടാവുള്ളൂ കുട്ടികളെ. അവന്റെ മനസ്സിൽ അവൻ എന്തായി തോന്നണം?
ഞാൻ ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല, അള്ളാന്റെ നിഅമത്ത് ആസ്വദിച്ചിട്ട് കയ്യും കണക്കൂലല്ലോ, പഠിച്ചോനെ എന്റെ അവസ്ഥ പോക്ക് എന്ന് ചിന്തിക്കണോനെ നന്നാവുള്ളൂ, അവനെ കരയുള്ളൂ, അവനെ ഇഖ്ലാസിൽ എന്ത് പറയുള്ളൂ, അല്ലാഹുമ്മ ഇന്നക അഫൂന്ന് പറയുള്ളല്ലോ. മനസ്സിലായില്ലേ? അള്ളാഹു തആല നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു പറ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ചിന്തിക്ക്. അപ്പോൾ എന്ത് ചെയ്യണം? 2 തരം ഹൃദയമുണ്ട്. ഒന്ന് തണുത്ത ഹൃദയം. തണുക്കൽ എന്തുകൊണ്ട്? സ്വയം അവൻ നല്ലവനാണെന്ന് നടിക്കുക. 2 ഗഫലത്തോണ്ട് ഗഫലത്തിൽ പെട്ടു പോവുക. ഗഫലത്തന അള്ളാന്നുള്ള ചിന്തയൊന്നും മനസ്സിൽ ഇല്ല, അങ്ങനെയും തണുക്കും. 2 തരം ഹൃദയമുണ്ട്. ഒന്ന് തണുത്ത ഹൃദയം, ഒന്ന് ചൂടുള്ള ഹൃദയം. തണുത്ത ഹൃദയം നരകത്തിൽ പോകും. ചൂടുള്ള ഹൃദയം അവര് നരകം എവിടെ കഴിഞ്ഞ് പറയണ കുട്ടി, അവര് നരകം എവിടെ കഴിഞ്ഞ് ഇവിടെ കഴിഞ്ഞ് അള്ളാനെ പേടിച്ച് കരയുന്ന ആള് നരകത്തിൽ കിടക്കുകയില്ല. കലന്നെടുത്ത പാൽ അകത്തിലേക്ക് കിടന്നാൽ പോലും, കറന്നെടുത്ത പാൽ തിരിച്ച് അകത്തിൽ കിടന്നാൽ പോലും അള്ളാനെ പേടിച്ച് കരയുന്ന കുറ്റവാളി നരകത്തിൽ കിടക്കുകയില്ല എന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ. ആ ഓപ്ഷനാണത്. അതല്ലാതെ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ കഥ കഴിഞ്ഞ്. ഏതൊരാളെയും മുന്നിലെത്തിക്കൊണ്ട് ഈ ഒരു ഓപ്ഷനാണ്. ഏത്? അള്ളാഹു ഏത് ദോഷം ചെയ്താലും പുറത്തു കൊടുക്കും. ഈ ആഴ്ച ചോദിച്ചിട്ടില്ലെങ്കിൽ ആനങ്കട കാരണം എന്തുണ്ട് പുറത്തെടുക്കാനായിട്ടിരിക്കുക. പുറത്തെടുക്കാനായിട്ട് ഉള്ള സമയമാണ് ഇത്. ചോദിച്ചാൽ മതി, പുറത്തു കൊടുക്കും. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? ഈ ആഴ്ച കരയാത്തവൻ പോയത്തെ കരഞ്ഞ ഓനെ സാധു എന്ന് പറയാൻ പറ്റൂല. ഉദാഹരണം, ഇവിടെ ഒരാൾ ഇരുന്നിട്ട് നേരം കൊടുക്കുമ്പോൾ തന്നെ ഇരുന്നിട്ട് വന്നവർക്കെല്ലാം 10 ലക്ഷത്തിന്റെ കെട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് വെക്കുക. അയാളടുത്ത് പോയിട്ട് ഒന്നിങ്ങനെ കൈ കിട്ടിയാൽ മതി, എന്നാലും അയാൾ 10 ലക്ഷം റുപ്യന്റെ കെട്ടിട്ട് വെച്ചു എന്ന് വെക്കുക. എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായോ? 10 ലക്ഷത്തെ കെട്ടിട്ട് വെച്ചു. ഇന്റെ കയ്യിൽ മൂത്തടുത്തേക്ക് പോകാനുള്ള പൈസ ഇല്ലാന്ന് വെക്കുക. മനസ്സിലാവാണ്ടോ പറഞ്ഞത്? അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആളുകൾ നിന്ന് വിളിക്കണുണ്ട്. എന്ത് വിളിക്കണുണ്ട്? പിന്നെ ബുദ്ധിമുട്ടിയോലെ ഇവിടെ ഒരാളുണ്ട് കേട്ടാ, അയാൾ കൊടുക്കും കേട്ടോ, ഇവിടെ ഒരാളുണ്ട് കേട്ടോ, നടക്കും നിലക്കും ആളുകൾ ഇങ്ങനെ മൈക്കി കൂടി അല്ലാതെയും വിളിച്ചു പറയുന്നുണ്ടെന്ന് വെക്കുക. നമ്മളതൊക്കെ ഓൻ്റെ അടുത്തുണ്ടെങ്കിൽ നമ്മളുണ്ട് പറഞ്ഞു. എന്നിട്ട് നിന്റെ കയ്യിലാകട്ടെ മൂത്തടുത്ത് പോകാനുള്ള എണ്ണ പൈസ വരെ ഇല്ല. എന്നിട്ട് ഞാൻ മൂത്തടുത്തേക്ക് നടന്നാൽ എൻ്റെ പേരെന്താ? സാധു എന്നറിയാൻ പറ്റുമോ? പാവം എന്നറിയാൻ പറ്റുമോ? എങ്ങായി പറയടാ കുട്ടി, പറയടോ. നിന്റെ വീട്ടി പോയതക്കാരൻ വീട്ടി മനസ്സൊന്ന് ഇറങ്ങി ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഇനിയുള്ള രാത്രികളിൽ അള്ളാനോട് പാപം പൂർത്തിയായിരുന്നെന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ വെട്ടിയാണ്, സാധുവല്ല. പിന്നെ ആരാ? വെട്ടി. കാരണം എന്ത് തെറ്റിയിട്ടാലും അള്ളാഹു തആല പൂർത്തിയാക്കും. പൂർത്തിയാ എന്തൊരു റബ്ബാണ് സത്യത്തില്. പൂർക്കല്ലാത്ത കഴിയൂല അള്ളാഹിനെ പറ്റി ആലോചിച്ച. കാരണം കരഞ്ഞു. എന്തൊരു അള്ളാഹു. ഒരു മുഅ്മിനായ മനുഷ്യൻ കരഞ്ഞു. കാരണം ഭയങ്കര അള്ളാഹിനെ പറ്റി ഓർത്ത കാര്യമുണ്ട്. കാരണം എന്തോ അള്ളാഹു തആല സാരല്ല നമ്മൾ പറയുന്നതിന് മുമ്പ് അള്ളാഹു പറയാം സാരല്ല പോയിക്കോ. മനസ്സ് തുറക്കാം. ഇനി ചെയ്യൂല എൻ്റെ അടുത്ത് പറ്റിപ്പോയി എന്നൊന്ന് പറഞ്ഞാൽ ആരും പറയും സാരല്ല. അതിൽ വിട്ട് തെറ്റ് ചെയ്ത് നടന്നവരെ അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആശ മുറിയരുത് മനുഷ്യന്മാരെ. മനസ്സിലായില്ലേ? അള്ളാഹുവിൻ ജല്ല ജലാലായ പടച്ച തമ്പുരാന്റെ റഹ്മത്തിനെ തൊട്ട് ആശ മുറിയരുത്. ആരോടാ അള്ളാഹ് പറഞ്ഞത്? അള്ളാഹ് ആരോടത് പറഞ്ഞത്?
അല്ലാഹു തആല ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, അതിരുവിട്ട് നടന്നവരെ നിരാശരാവേണ്ട. അല്ലാഹുവിന്റെ റഹ്മത്താൽ ഇന്നല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു തരും കേട്ടോ. ഒരിക്കലും നിങ്ങൾ മാറി നടക്കണ്ട. ഇതുവരെ ഇവിടെ എത്തി, ഇവിടുന്ന് ഇതിലൂടെയാണ് ചാടും. ഇവിടെ എത്തിന് മുമ്പ് തൊബൈതാൽ വസീകരിക്കും. ഞാൻ പറഞ്ഞില്ലേ 25ാമത്തെ നോമ്പ് നോറ്റില്ല, അന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേന് അയാൾ മരിച്ചു. ചിലപ്പോൾ ആ സഹസ് തന്നെ വെച്ച് നോക്കാം. അള്ളാഹ് നോർത്ത് അതിലാണ് വായു കൊണ്ടിളകി, അതിലാണ് മരിച്ചു. ആയിക്കോട്ടെ, അള്ളാഹനെ കൊണ്ടുപോകും. അള്ളാഹനെ മലക്കളെ ഏറ്റെടുക്കും, റഹ്മത്തിന്റെ മലക്കൾ. കാരണം അടിമക്കുണ്ടാവേണ്ടത് അവനുണ്ടായി. എന്താണ് അടിമക്കുണ്ടാവേണ്ടത്? ഞാൻ ഒന്നിനും പറ്റാത്തവനാണ്, ഞാൻ മോശപ്പെട്ടവനാണ്, എന്റെ റബ്ബിന്റെ മുന്നിൽ നിൽക്കാൻ അർഹത ഇല്ലാത്തവനാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. മുസബ്ബാത്തുൽ അശ്റിലെ അവസാനത്തെ ഒരു ദുആയുണ്ട്. ആ ദുആ ഭയങ്കര ദുആയാണ്. അതായത് ഖദർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരിലാണ് മുസബ്ബാത്തുൽ അശ്ർ. അതിന്റെ അവസാനത്തെ ദുആ ഉണ്ട്. ആ ദുആ ഭയങ്കര ദുആ. എന്താ ദുആ എന്നറിയോ? اللهم فعل بنا وبهم عاجلا واجلا في الدين والدنيا والآخرة ما أنت له أهل ولا تفعل بنا وبهم يا مولانا ما نحن له أهل إنك غفور عليم جواد كريم رؤوف رحيم. മുസബ്ബാത്തുൽ അശ്ർ എന്ന ഒരു അമലുണ്ട്. ഖദറിന്റെ അമലാണ് അലൈഹിസ്സലാം. പലരോടും അത് പതിവാക്കാൻ വേണ്ടി ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നല്ലൊരു അമലാണ്. ആ അമലിന് അവസാന ഭാഗത്ത് ദുആയുണ്ട്. 10 കാര്യങ്ങൾ 7 വട്ടം പറയലാം. ഉദിച്ച് സൂര്യോദയം പൂർത്തിയാകുന്നതിന് മുമ്പും അസ്തമയം പൂർത്തിയാകുന്നതിന് മുമ്പും രാവിലെ വൈകുന്നേരം ഓരോ വട്ടവും, അതായത് ദിവസം 2 വട്ടം ചൊല്ലിയാൽ അറ്റമില്ലാത്ത റഹ്മത്ത് ലഭിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു പ്രത്യേക ത്വരീഖത്തിന്റെ അമലൊന്നല്ല, എല്ലാ ത്വരീഖത്തിലും ആ അമല് കാണുന്നുണ്ട്. എല്ലാ ത്വരീഖത്തിലുണ്ട്, ഖാദിരിയത്തിലുണ്ട്, റിഫായത്തിലുണ്ട്, തിജാനിയത്തിലുണ്ട്, ഒക്കെ ഈ അമല് കാണാം. മുസബ്ബാത്തുൽ അശ്ർ അത് ആരുടെ അമലാണ്? ഖദറിന്റെ അമൽ അലൈഹിസ്സലാം. ഖാദിരിയത്തിലുണ്ട്, റിഫായത്തിലുണ്ട്, തിജാനിയത്തിലുണ്ട്, ഷാദുലിയത്തിലുണ്ട്. മുസബ്ബാത്തുൽ അശ്ർ ഖദറിന്റെ അമലാണ് അലൈഹിസ്സലാം. അതായത് 10 കാര്യങ്ങളെ 7 വട്ടം പറയുക. അതിൽ 6 ഭാഗങ്ങൾ സൂറത്തുകളാണ്, പിന്നെ 4 ഭാഗത്തിൽ സ്വലാത്തും ദുആയാണ്. അവസാനത്തെ ഭാഗം ഒരു ദുആയുണ്ട്. ആ ദുആയാണ് ഞാൻ ചൊല്ലിയത്. അത് 7 വട്ടം ചൊല്ലണം. എന്താണ് അർത്ഥം എന്നറിയോ? ഒന്നുകൂടി ചൊല്ലിത്തരാം. اللهم فعل بنا وبهم عاجلا واجلا في الدين والدنيا والآخرة ما أنت له أهل ولا تفعل بنا وبهم يا مولانا ما نحن له أهل إنك غفور عليم جواد كريم رؤوف رحيم. അർത്ഥം അല്ലാഹുവേ, എന്നെ കൊണ്ടും എന്റെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ അവരെ കൊണ്ടും നീ സകല മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യണമേ എന്നറിയോ? ഏതൊരു കാര്യത്തിൽ നീ അർഹനാണോ അത് ചെയ്യണമേ. ഞങ്ങൾ അർഹരായത് ചെയ്യരുതേ, നീ അർഹനായത് ചെയ്യണമേ. നീ അർഹനായത് പുറത്തു തരാനാ, ഞങ്ങൾ അർഹനായത് ശിക്ഷക്ക. മനസ്സിലായില്ല? സറണ്ടർ ആകാം. മനസ്സിലായില്ല? കണ്ടില്ലേ? മുസബ്ബാത്തുൽ അശ്ർ അമലാണ്. മുസബ്ബാത്തുൽ അശ്ർ ഭയങ്കര പ്രധാനപ്പെട്ട അമലാണ്. അതിൽ അവസാനത്തെ ദുആ ഉണ്ട്. ഇത് 7 വട്ടം ചൊല്ലണം. എന്താണ് ആ ദുആ? അല്ലാഹുവേ, എന്നെയും എന്റെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സകല മുസ്ലിമീങ്ങൾ ഞങ്ങളെ കൊണ്ട് നീ അർഹനായത് ചെയ്യണമേ, ഞങ്ങൾ അർഹരായത് ചെയ്യരുതേ. എന്താർത്ഥം? ഞങ്ങൾ അർഹരായത് ശിക്ഷക്കാണ്, നീ അർഹനായത് പൂർത്തി തരാനാണ്. അതായത് ഞങ്ങളെ കണ്ട് വിധിക്കണ്ട, എന്നെ കണ്ട് വിധിച്ചാളാ. ഞങ്ങൾ ഒരിക്കലും സ്വർഗത്തിന് അർഹരല്ല, പക്ഷെ നീ ഞങ്ങൾക്കും സ്വർഗം തരാൻ അർഹനാണ്. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഗ്നാ വലാ ഖവാ അലാ നാരിൽ ജഹീമി ഫഹ്ബിലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അലീമി. പടച്ചോനെ, ഞാൻ സ്വർഗത്തിന് അവകാശിയല്ല, പക്ഷേ സ്വർഗം എനിക്ക് തരാൻ നീ അവകാശിയാണ്. എനിക്ക് സ്വർഗം തരാൻ നീ ബന്ധപ്പെട്ടവനാണ്. നിന്റെ
എന്റെ സ്വർഗത്തിന് യഥാർത്ഥത്തിൽ ഞാൻ അവകാശി അല്ല. പക്ഷെ എനിക്ക് പുറത്തുനിന്ന് എന്നെ അതിനുള്ളിൽ കയറ്റാൻ നിനക്ക് പറ്റും. എനിക്ക് എന്റെ അമലുണ്ടായിരുന്നു കൊണ്ടാന്ന് പറയാനുള്ള അർഹത എനിക്ക് ഇല്ല. ഞാൻ കുറ്റവാളിയാണ്. എനിക്ക് അങ്ങോട്ട് തിരിഞ്ഞോക്കാൻ മാത്രം അർഹതല്ല. പക്ഷെ എന്നെ അതിന്റെ മേലത്തെ കസേരയിൽ ഇരുത്താനും നിനക്ക് കഴിയും. ഈ അതിന്റെ ഉടമക്കാരനാണ്. നീയാണ് ഇന്നെ കയറ്റിയിരിക്കാൻ എന്നോട് ചോദിക്കാൻ ആളില്ല. അവൻ എന്ത് ചെയ്താലും ചോദ്യമില്ല. അവരെന്ത് ചെയ്താലും ചോദ്യമുണ്ട്. അവൻ എന്ത് ചെയ്താലും ചോദ്യമില്ല. അപ്പൊ നമ്മളെ ഒരു അമലും ചെയ്യാതെ സ്വർഗത്തിൽ കയറ്റാൻ ആർക്ക് കഴിയും? അതെന്നെ ഇപ്പൊ ചോദിക്കണ്ടത്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഇതിനെ കുറിച്ചുകൊണ്ട ചെയ്തവർക്ക് മാത്രമല്ലല്ലോ, ചെയ്യാത്തവർക്ക് പുറത്തു കൊടുക്കണമല്ലേ. എനിക്ക് പറയ കുട്ടിയെ, ഞാനൊന്നും ചെയ്തിട്ടില്ല റബ്ബേ. ചെയ്തിട്ടില്ല എനിക്കെന്നെ അറിയാം. ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ശരിയില്ല, അത് എനിക്കും അറിയാൻ റബ്ബേ. പക്ഷെ ഏത് ശരിയില്ലാത്തവനെ റിക്കാർഡ് വെട്ടിയിട്ട് കയറ്റാൻ കഴിയുന്നവൻ നീയാണ്. ഇതിനെ കയറ്റിക്കൊണ്ടാ അള്ളാഹു അത് പറയാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. അതന്നെ ഈ ആഴ്ച പറയേണ്ട വർത്താനം. ഓതുന്നെങ്കിൽ ഓദിക്കോ, നിസ്കരിക്കാൻ നിസ്കരിച്ചോ, പക്ഷെ ഇത് വിടണ്ട. മനസ്സിലായില്ലേ കുട്ടികളെ? ഇത് വിടണ്ട. ഇത് ഏത് വരെ ചെല്ലണം എന്നറിയോ? ഇത് ഏത് വരെ എന്നറിയോ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അപ്പോഴും കഴിഞ്ഞു. മാപ്പിന്റെ സമയം തീരാണ്. അല്ലാഹു പുറത്തുണ്ട. ഓരോ സെക്കൻഡ് കഴിയുമ്പോഴത്തേന് എന്തായി? ബേജാറായി. സമയം കഴിഞ്ഞു. പിന്നെ പറഞ്ഞു അല്ലാ സമയം തീരാണ്, പുറത്തുണ്ട. അല്ലാഹുവിന്റെ അടിമ പൊട്ടി പൊട്ടി കരഞ്ഞ് തപം ചെയ്യുന്ന മനസ്സുമായി, തപിക്കുന്ന മനസ്സുമായി അല്ലാഹുവിന്റെ അടിമ മാപ്പാക്ക് എന്ന് പറയുന്ന വേളയിൽ മലവുൽ അഅലയിലുള്ള സമുന്നത ലോകത്തെ മലക്കുകളോട് അല്ലാഹു പറയും, അത്രേ ഒന്നുമില്ലാബദി. ഈ താഴെ എന്റെ ഒരു ഭൂമിയിലെ ഒരു അടിമയെ നിങ്ങൾ കാണുന്നില്ലേ മലക്കുകളെ? അവൻ എന്നോട് തെറ്റ് ചെയ്തവനാണ്, പക്ഷെ അവൻ പൊട്ടിക്കരയുന്നത് നിങ്ങൾ കാണുന്നില്ലേ മലക്കുകളെ? ഇവരെ അല്ലേ സൃഷ്ടിക്കണ്ട എന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു പോയത്? ഇവർ എത്ര നല്ല ആളുകളാണ്. ഇവർ തെറ്റ് ചെയ്ത സന്ദർഭത്തിൽ നിങ്ങൾ ഇവരെ നിസ്സാരന്മാരായി മനസ്സിലാക്കിയതെങ്കിലും ഇപ്പോൾ അവർ പൊട്ടിക്കരയുന്നത് കണ്ടില്ലേ എന്ന് മലവുൽ അഅലയിലുള്ള മഹാന്മാരായ മലക്കുകളോട് കുറ്റവാളിയായ മുഅ്മിനായ മനുഷ്യന്റെ കണ്ണുനീര് കണ്ടിട്ട് ആ അടിമയെ പറ്റി അല്ലാഹു അഭിമാനം പറയുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ പെരുന്നാളിന്റെ തക്ബീർ മുഴങ്ങുന്നത് വരെയും അഫുവിന് സമയമുണ്ട്. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം? ബേജാറ് കൂടണം. പടച്ചോനെ സമയം പറ്റേ കഴിയാണ്. അല്ലാഹു നമ്മളെ പൂർത്തിയാക്കി തരട്ടെ. അല്ലാഹു തൗബ പൂർത്തിയാക്കി തരട്ടെ. മനസ്സിലാവുന്നില്ലേ? അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഈ വഅദ് എല്ലാവർക്കും വേണ്ടിയാണ്. എല്ലാവരും ഗൾഫിലും മറ്റുള്ള എല്ലാവരും ഈ വഅദ് കേൾക്കണം. മനസ്സിലായില്ല? ഈ ലാസ്റ്റ് ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിരാശയുള്ള ഒരാൾ പോലും വേണ്ട. എല്ലാവരും എവിടേക്ക് വരണം? സ്വർഗത്തിലേക്ക്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ.